നമുക്കിന്ന് ആദ്യം പോകേണ്ടത് തിരുവനന്തപുരത്തേക്കാണ്. ഈ സുനാമി ദുരന്ത ബാധിതർക്കായി 4 വർഷം മുൻപാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പ് പുനർഗേഹം പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഇപ്പോൾ ദുരിതത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശുചിമുറി മാലിന്യം പൊട്ടിയൊലിച്ചും തെരുവ് വിളക്കുകൾ ഇല്ലാതെയും മാലിന്യ സംസ്കരണത്തിന് ഇടമില്ലാതെയും ബുദ്ധിമുട്ടുകയാണ് ഇവിടുത്തുകാർ. സർക്കാർ പണിത് നൽകിയ വീടുകൾ ഒന്നിനും ഇനിയും നമ്പർ നൽകിയിട്ടുമില്ല. ആകെ ദുരിതപൂർണമാണ് ജീവിതം. കാഴ്ചയിൽ വലിയ കെട്ടിടങ്ങളാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നും തോന്നും. എന്നാൽ കണ്ണിൽ കാണുന്നതൊന്നുമല്ല യാഥാർത്ഥ്യം. പൊഴിയൂർ തീരദേശ മേഖലയിലെ പരുത്തിയൂർ തെക്കേ കൊല്ലങ്കോട് മേഖലയിലുള്ള 126ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 4 വർഷം മുമ്പാണ് സർക്കാർ ഇവരെ ഇവിടെ പുനരധിവസിപ്പിച്ചത്. 700-ലധികം പേർ താമസിക്കുന്ന ഇവിടം പരാധീനതകളാൽ ബുദ്ധിമുട്ടുകയാണ്. കെട്ടിടത്തിലെ ശുചിമുറികളിൽ നിന്നും പുറത്തുവരുന്ന പൈപ്പ് ലൈൻ പൊട്ടി ഒഴുകുന്നതാണ് നിലവിലെ പ്രധാന പ്രശ്നം. ഇതേ തുടർന്ന് ദുർഗന്ധം കാരണം പൊറുതിമുട്ടുകയാണ് ഇവിടുത്തെ ഭൂരിഭാഗം താമസക്കാരും. കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർക്ക് ഇതിനോടകം തന്നെ വിവിധ രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞു. 7 പേർക്ക് മഞ്ഞപ്പിത്തവും പിടിപെട്ടു. വഴി ഇന്റർലോക്ക് ചെയ്യുന്നതിനിടെ ശുചിമുറി മാലിന്യം വഹിക്കുന്ന പൈപ്പ് വെട്ടിപ്പൊളിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. 126 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് മാലിന്യമിടാനും അത് സംസ്കരിക്കാനുമുള്ള സംവിധാനവും നിലവിലില്ല. ഇവ കെട്ടിടത്തിന്റെ വശങ്ങളിൽ കൂട്ടിയിടുക മാത്രമാണ് ഏക പോംവഴി. മഴയായാൽ മാലിന്യം ചീഞ്ഞഴുകി പ്രദേശത്താകെ ദുർഗന്ധം നിറയും. സമീപത്തെ വീട്ടുകാർക്കും ദുർഗന്ധം കാരണം റോഡിലൂടെ പോലും നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പിന്നെ ഇപ്പം ഇത് കാരണം മക്കൾക്കെല്ലാം അസുഖമാണ്. പനി, വയറിളക്കം, ഛർദി, പിന്നെ ഈ കൊതുക് മുട്ടയിട്ട് പെരുകി വീടുകളിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഒന്നിനും ഒരു സൗകര്യം ഇല്ല ഇത് കാരണം. അപ്പം ഞങ്ങൾ ഇത് കാരണം വീട് അടച്ചിട്ടിട്ടിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതെന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കും. 3.5 വർഷമായി ഇവിടെ താമസം തുടങ്ങിയെങ്കിലും ഒരു വീട്ടുകാർക്കും കാരോട് ഗ്രാമപഞ്ചായത്ത് ഇനിയും വീട്ടു നമ്പർ നൽകിയിട്ടില്ലെന്നും പരാതിയുണ്ട്. 6 മാസങ്ങൾക്ക് മുൻപ് നെയ്യാറ്റിൻകരയിൽ നടന്ന അദാലത്തിൽ വീട്ടു നമ്പർ നൽകണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ അപേക്ഷ നൽകിയെങ്കിലും അധികൃതർ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. ഇത്രയധികം ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് കെട്ടിടത്തിന് വെളിയിൽ പേരിന് പോലും വെളിച്ചമില്ല. ചുറ്റുമതിൽ കെട്ടിയെങ്കിലും ഗേറ്റും സ്ഥാപിച്ചിട്ടില്ല. വേണ്ടതൊക്കെ ചെയ്തെന്ന വായ്ത്താരി കൊണ്ട് കാര്യമില്ല. പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുള്ള ഇടപെടലാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ പോയതും അതാണ്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും പുനരധിവാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും കേരളത്തിൽ ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് അടച്ചുറപ്പുള്ളൊരു വീട് മാത്രമല്ല, അവിടെ കൃത്യമായി നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ടാകണം. ഇത്രയും മലീമസമായൊരു സ്ഥലത്താണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ കുടുംബങ്ങൾ താമസിക്കുന്നുള്ളത്. ഏറെ ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ്. ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഒരുപാട് പ്രതികരണങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നത്. എന്തായാലും അധികൃതർ കാണട്ടെ, എത്രയും പെട്ടെന്നൊരു ഇടപെടൽ അതിലുണ്ടാവട്ടെ. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിനൊടുവിൽ ശാപമോക്ഷം കിട്ടിയെന്ന ഒരു പോസിറ്റീവ് വാർത്ത വരുന്നുണ്ട്. 1ാം നിലയുടെ പണി അന്തിമഘട്ടത്തിലെത്തി. മലപ്പുറം നഗരസഭയുടെ മേൽനോട്ടത്തിലാണ് ജോലികൾ അതിവേഗം നടക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് പണി എങ്ങും എത്തിയില്ലെന്ന് പൊതുജനം കഴിഞ്ഞ സാർ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് അധികൃതരുടെ ഇടപെടലുണ്ടായത്. പൊതുജനം ഇമ്പാക്ട്. മലപ്പുറം കോട്ടപ്പടി മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം എങ്ങുമെത്താത്തതിൽ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുകയാണ്. 2021 ആരംഭിച്ച പണി പകുതി പോലും പൂർത്തിയായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. 80ഓളം വ്യാപാരികളാണ് കടുത്ത പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്കാണ്. കൊട്ടിഘോഷിച്ചു വന്ന മലപ്പുറം നഗരസഭയുടെ സ്വപ്ന പദ്ധതിയുടെ ഇന്നത്തെ അവസ്ഥയാണിത്. കോട്ടപ്പടി വ്യാപാര സമുച്ചയം കൊതുകൾക്ക് വളരാൻ വെള്ളം കെട്ടിക്കിടക്കുന്നു. തൂണുകളും ഈ തുരുമ്പിച്ച കമ്പികളും മാത്രം ബാക്കി. 5 മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ സംസാരിച്ചത്. പക്ഷേ പിന്നിലെ കാഴ്ചകൾക്ക് വ്യത്യാസമുണ്ട്. ആ കാഴ്ചകളും ഒപ്പം തന്നെ വാർത്തയും കാണേണ്ടവർ കണ്ടു. വ്യാപാരികളുമായുള്ള നിരന്തരമായ ചർച്ചകൾക്കൊടുവിൽ നഗരസഭ വീണ്ടും ഇവിടെ പണി ആരംഭിച്ചു. ഈ ജനുവരിയിലാണ് 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പണി പുനരാരംഭിച്ചത്. ഇപ്പോഴിതാ 1ാമത്തെ നില ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ആശ്വാസം.
ഒന്നാം ഘട്ടത്തിൽ ഇനി വൈദ്യുതി ജോലികൾ കൂടിയാണ് പൂർത്തീകരിക്കാനുള്ളത്. നിർമ്മാണത്തിന്റെ ഭാഗമായി 86 വ്യാപാരികളെ 2021 താൽക്കാലികമായി നഗരസഭ പുനരധിവസിപ്പിച്ചിരുന്നു. പിന്നീട് നഗരസഭയുടെ ബൃഹത് പദ്ധതിയായി പണി ആരംഭിച്ചെങ്കിലും വിവിധ പ്രശ്നങ്ങളിൽ തട്ടിനിലച്ചു. തുകയുടെ പേരിൽ കരാറുകാരന്റെ പിന്മാറ്റം വരെ തടസ്സങ്ങൾ. ഒന്നാം നിലയുടെ പണി പൂർത്തിയാക്കണമെന്ന് നഗരസഭയുടെ നിർദ്ദേശം ചർച്ചകൾക്കൊടുവിൽ കരാറെടുത്ത PMR കൺസ്ട്രക്ഷൻ അംഗീകരിച്ചതോടെയാണ് വീണ്ടും ജീവൻ വെച്ചത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളിപ്പോൾ 24 ഒക്കെ ആ വിഷയം അത് സ്റ്റക്കായ സമയത്ത് ഇടപെട്ട ആളുകളാണ്. അത് യഥാർത്ഥത്തിൽ ഒരു സാങ്കേതിക വിഷയങ്ങൾ കൊണ്ട് നിന്നുപോയതാണ്. അത് ഏറ്റവും മലപ്പുറത്തിൻ്റെ ഹേർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയുന്നത് കോട്ടപ്പടി മാർക്കറ്റാണ്. അവിടെ നിശ്ചലമാകുന്നത് നമ്മുടെ വ്യാപാര മേഖലയെ ബാധിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ 24 ഉൾപ്പെടെയുള്ള ആളുകൾ അത് ടേക്കപ്പ് ചെയ്തിരുന്നു. ഞങ്ങളത് ആ രീതിയിൽ തന്നെ ഗൗരവമായി മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ അവിടുത്തെ കച്ചവടക്കാർ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചതും ഞങ്ങളുടെ ഒരു ബോധ്യമൊക്കെ ഉൾപ്പെടെ അതിനകത്ത് ഒരുപോലെ ഇത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. LSED എഞ്ചിനീയറിംഗ് ചീഫ് എഞ്ചിനീയർ ഈ മാസം ഫലം സന്ദർശിക്കും. DPRൽ മാറ്റങ്ങൾ വരുത്തണോ എന്നതിൽ അന്തിമ രൂപം നൽകും. ചീഫ് എഞ്ചിനീയറുടെ വിസിറ്റിന് ശേഷം അന്തിമമായി ഇതിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട ചെറിയ വേരിയേഷൻസ് അവരുടെ കൂടി ഒരു കൺസെൻറ്റ് വാങ്ങേണ്ടതുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മാർക്കറ്റ് പൂർണ്ണമായി പ്രവർത്തിക്കും. വലിയ പ്രതീക്ഷയിലാണ് വ്യാപാരികളും. കാടുപിടിച്ച് കിടക്കുന്ന സ്ഥലം എന്ന പേരുദോഷം മാറി ആളുകൾ എത്തിത്തുടങ്ങുന്നു. വളരെ ഒരു പ്രതീക്ഷയിലാണ് കച്ചവടക്കാരൊക്കെ ഉള്ള ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. റെഡിയാവുമെന്ന് വിചാരിക്കുക. പ്രതീക്ഷ ഉണ്ട്. സൗകര്യം കണ്ടാൽ തന്നെ അറിയാലോ, വളരെ സൗകര്യമുണ്ട്. ഇപ്പുറത്തിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല കച്ചവടവും ആളുകളും തിരക്കൊക്കെ ഉണ്ടാവും എന്ന് കരുതുകയാണ്. ഈ ഒരു വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഒരു വണ്ടി കയറിക്കാണ്ട് മറ്റു വണ്ടി റോങ് സൈഡിൽ ഓപ്പോസിറ്റിൽ വരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും സൈഡ് കൊടുക്കാനും ഒരാൾക്ക് നടന്നു പോകാനും കഴിയില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ എല്ലാം ആ അവസ്ഥയൊക്കെ മാറി ഇപ്പോൾ നല്ല ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രതീക്ഷ തന്നെ ഉള്ളത്. വിഭാവനം ചെയ്തതുപോലെ കോട്ടപ്പടി മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാകണമെങ്കിൽ പുതിയ DPR തന്നെ തയ്യാറാക്കേണ്ടി വരും. നഗരസഭയുടെ തൊട്ടടുത്തുള്ള 2 പഴയ കെട്ടിടം കൂടി പൊളിച്ച് ഒരു വലിയ പദ്ധതിയാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിനായി ഇനി പുതിയ സാങ്കേതിക ഭരണാനുമതിയും വാങ്ങേണ്ടി വരും. ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ കെട്ടിടം അതിൻ്റെ പൂർണ്ണ തോതിലാവുകയാണെങ്കിൽ 30ഓളം വ്യാപാരികളെ ഇവിടെ പുനരധിവസിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുകയും ചെയ്തത്. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. പലപ്പോഴും പൊതുജനം കഴുതല്ല സാർ എന്ന പരിപാടി വരുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്ന ചില കമന്റുകളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ നൽകുന്നു, അതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ, എന്തുകൊണ്ട് നിങ്ങൾ അത് നൽകുന്നില്ല എന്ന് തുടരെ ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാർത്താ ഇടപെടൽ, അതിൽ ഒരു നടപടി ഉണ്ടാകുന്നു. ആ വാർത്തയ്ക്ക് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ട കോട്ടപ്പടി മാർക്കറ്റ് ജംഗ്ഷൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഈ വാർത്ത. അതായത് അതിന് 1ാം ഘട്ട പണി പൂർത്തിയാവുകയാണ്. അത് വളരെ പോസിറ്റീവായിട്ട് കാണുന്നു. ഒരുപാട് നാളുകളായത് ഇങ്ങനെ പണി പൂർത്തിയാകാതെ കിടക്കുകയായിരുന്നു. ആ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ നടപടി ഉണ്ടായതെന്ന് നമുക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന വാർത്തയാണ്, കാര്യമാണ്. അതായത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയ വാർത്തകൾ, വിവാദങ്ങൾ, അത് മാത്രമല്ല ഒരു മാധ്യമം എന്ന നിലയിൽ ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുക, അത് നിരന്തരം വാർത്തയായി നൽകുക, അങ്ങനെ ആധികാരികളുടെ കണ്ണു തുറപ്പിക്കുക എന്നതുകൂടി നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. കൈക്കൂലി വാങ്ങിയ തൃക്കാക്കര നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയിയെ സസ്പെൻഡ് ചെയ്തു. കെട്ടിടത്തിന് ലൈസൻസ് വാഗ്ദാനം നൽകി കൈക്കൂലി വാങ്ങിയ വാർത്ത 24 പുറത്തുവിട്ടിരുന്നു. 24 ഇംപാക്ട്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് അതിന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം പുറത്തുവിട്ടൊരു വാർത്തയായിരുന്നു. അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ സഹിതമാണ് നമ്മൾ കണ്ടത്. ഈ രീതിയിൽ കൈക്കൂലി വാങ്ങിയെന്ന് സമ്മതിക്കുന്ന ഈ നിതീഷ് റോയ് എന്ന് പറയുന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ ഇപ്പോൾ ഒരു നടപടി ഉണ്ടാവുന്നു, സസ്പെൻഷനാണ്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? പ്രജിൻ, നമ്മൾ പുറത്തുവിട്ട വാർത്ത, അതിൽ ഒടുവിൽ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു അന്വേഷണം നടത്തുകയും ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ, തൃക്കാക്കര നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ നിതീഷ് റോയ് കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തുകയും അതിൽ നടപടി ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ സസ്പെൻഷൻ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. വകുപ്പുതല നടപടികൾ തുടരുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു അപേക്ഷയുമായി തൃക്കാക്കര നഗരസഭയിലെത്തിയ ഒരാളോട് ആദ്യം 5000 രൂപയും പിന്നീട് 3000 രൂപയും ഇയാൾ കൈക്കൂലിയായി വാങ്ങുകയായിരുന്നു. ലൈസൻസ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു ഈ കൈക്കൂലി വാങ്ങിയത്. നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ ഈ കൈക്കൂലിയായി വാങ്ങിയ പണം ഇയാൾ തിരികെ നൽകുകയും ചെയ്തിരുന്നു. ഓഫീസിൽ നിന്ന് വാർത്ത വന്നതിന് പിന്നാലെ മുങ്ങുകയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ. നേരത്തെയും ഇയാൾക്കെതിരായിട്ട് നിരവധി കൈക്കൂലി പരാതികൾ വന്നിരുന്നു. പക്ഷേ ഒടുവിൽ നമ്മൾ നൽകിയ വാർത്തയിലാണ് യഥാർത്ഥത്തിൽ ഈ കൈക്കൂലിക്കാരൻ പിടിയിലാകുന്നതും ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സസ്പെൻഷനിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ഇനി നമുക്കൊന്ന് കോഴിക്കോട് കടലുണ്ടിനൊപ്പം. കടലുണ്ടി പഞ്ചായത്തിൽ UP സ്കൂൾ എന്ന ആവശ്യം ശക്തമാവുകയാണ്. 115ലേറെ വർഷം പഴക്കമുള്ള കടലുണ്ടി വട്ടപ്പറമ്പ് സർക്കാർ LP സ്കൂളാണ് UP സ്കൂളാക്കി മാറ്റണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ ഇക്കാര്യത്തിൽ അനുകൂലമായ സമീപനം വേണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. കടലുണ്ടി പഞ്ചായത്തിൽ 4 LP സ്കൂളുണ്ട്. പേരിന് പോലും ഒരു UP സ്കൂളില്ല. വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് UP സ്കൂളിനായി. 170 വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്നുണ്ട് കടലുണ്ടി വട്ടപ്പറമ്പിലെ സർക്കാർ LP സ്കൂളിൽ. ഇതാണ് UP സ്കൂളായി ഉയർത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 5ാം ക്ലാസ് വരെയുള്ള LP സ്കൂൾ എന്ന പ്രത്യേകതയും ഈ വിദ്യാലയത്തിനുണ്ട്. ക്ലാസ് മുറികളും ഓപ്പൺ സ്റ്റേജും ഉൾപ്പെടെ അനുബന്ധ സൗകര്യങ്ങളുമുണ്ട്. കിഫ്ബി ഫണ്ടിൽ സ്ഥലം MLA കൂടിയായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അനുവദിച്ച 1 കോടി രൂപയ്ക്ക് ക്ലാസ് മുറികളുടെ നിർമ്മാണ പ്രവർത്തികളും പുരോഗമിക്കുകയാണ്. രക്ഷിതാക്കൾക്കുള്ള വലിയ ആശങ്ക ഈ സ്കൂള് ഇവിടെ 4ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് UP സ്കൂൾ പഠനത്തിന് 5, 8, 7 ഒക്കെ കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾ ഇവിടെ പഠിച്ച് 7ാം ക്ലാസ് UP വിദ്യാഭ്യാസം പൂർത്തിയാക്കണമെന്നാണ് രക്ഷിതാക്കളുടെ ചിരകാല സ്വപ്നം. ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും മറ്റ് സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും UP സ്കൂളായിട്ട് പരിഗണിക്കേണ്ടതുണ്ട്. UP സ്കൂളായി പ്രവർത്തിക്കാനുള്ള എല്ലാ ഭൗതിക സാഹചര്യവും ഉള്ളതിനാൽ തസ്തിക സൃഷ്ടിച്ചാൽ മതിയാകുമെന്നാണ് PTA ഭാരവാഹികൾ പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം മന്ത്രി PM മുഹമ്മദ് റിയാസിന് നിവേദനം നൽകിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി. വിശാലമായ കളിസ്ഥലം ഉൾപ്പെടെ UP സ്കൂളായി ഉയർത്താനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിലവിലിവിടെയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് UP സ്കൂൾ എന്ന ആവശ്യം ഇത്ര ശക്തമായി നാട്ടുകാർ ഉന്നയിക്കുന്നത്. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് പെട്ടെന്ന് കിടക്കുന്നത്. പത്തനംതിട്ട വെട്ടിപ്പുറം മൈലപ്ര റോഡിൽ KSRTC ലോ ഫ്ലോർ AC ബസ്സിന് തീപിടിച്ചു. ബസിന്റെ പിറകുവശത്താണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി ആ തീ അണച്ചിട്ടുണ്ട്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈൻ ചേരുന്നു. ജയശങ്കർ, എന്താണ് സംഭവിച്ചത്? അതായത് ഇന്ന് വൈകിട്ടോട് കൂടിയാണ് പത്തനംതിട്ട വെട്ടിപ്പുറം മൈലപ്ര റോഡിൽ ഇത്തരത്തിൽ KSRTCയുടെ ലോ ഫ്ലോർ ബസ്സിന് തീപിടുത്തമുണ്ടായത്. ബസ്സിന്റെ പിൻഭാഗത്ത് ഇത്തരത്തിൽ തീ പിടിക്കുകയായിരുന്നു. പുക ഉയർന്നതോടെ തന്നെ ബസ് ഡ്രൈവർ നിർത്തി. പിന്നാലെ നാട്ടുകാർ തീ അണയ്ക്കാനുള്ള ആദ്യശ്രമം ആരംഭിച്ചു. പിന്നാലെ ഫയർഫോഴ്സ് എത്തി വെള്ളം ഉപയോഗിച്ച് തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ഈ ബസ്സിലെ ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിൽ തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും ഈ ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നില്ല. ട്രയൽ റണ്ണിനായി കൊണ്ടുപോകുന്ന ബസ്സായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവറും കണ്ടക്ടറും മാത്രമാണ് ഉണ്ടായത്. വലിയൊരു അപകടമാണ് പെട്ടെന്ന് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെ ഒക്കെ ഇടപെടൽ മൂലം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ബസ്സിന്റെ സാങ്കേതിക തകരാർ, ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത്തരത്തിലുള്ള തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ഫയർഫോഴ്സ് എന്തായാലും പറയുന്നത്. ഈ പരിശോധനയിൽ തന്നെ ഇത്തരത്തിൽ തീപിടുത്ത സാധ്യത കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷ എന്തായാലും KSRTC ഒരുക്കും. നിലവിൽ ഈ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. കാര്യങ്ങൾ സുരക്ഷിതമാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ശരി, AV ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമുക്കൊരു ചെറിയ ഇടവേള വേണം. അതിനു മുമ്പ് ഒരു കമന്റ് ബോക്സിൽ ഒരു പ്രേക്ഷകൻ ഇങ്ങനെ കുറിക്കുന്നു. VJGGY എന്ന് പറയുന്നൊരു ഐഡിയിൽ നിന്നാണ് കമന്റ് വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ അത് വായിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അങ്ങനെയാണ് അതിൻ്റെ സ്പെല്ലിംഗ്. തൊഴിലുറപ്പ് കൂലി മാസങ്ങളായി കിട്ടാത്തതിൻ്റെ പറ്റി സംസാരിക്കാൻ ആർക്കും വയ്യ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഡിസംബർ മുതലുള്ള തൊഴിലുറപ്പ് കൂലി പാവങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അത് പൊങ്ങി വരാതിരിക്കാനുള്ള സർക്കാർ നിർമ്മിത സമരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നൊരു അഭിപ്രായമാണ് ആ ഐഡിയിൽ നിന്നും പങ്കുവെക്കുന്നത്. എന്തായാലും ഡിസംബർ മുതലുള്ള ഈ പറയുന്ന കൂലി കിട്ടാൻ ഉണ്ട് എന്നത് വസ്തുതയാണ്. അതിന് ഈ പറയുന്നത് പോലെ തൊഴിൽ ദിനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഏതാണ്ട് 14 ലക്ഷത്തോളം ആൾക്കാർക്ക് തൊഴിലുറപ്പ് കൂലി ലഭിക്കാനുമുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെയൊരു അഭിപ്രായം പറയുന്നു. അതിൽ രണ്ടാമത് പറയുന്നത് പേഴ്സണൽ അഭിപ്രായമാണ്. ഇത്തരം കാര്യങ്ങൾ പൊങ്ങിരാതിരിക്കാൻ വേണ്ടി സർക്കാർ നിർമ്മിത സമരങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് എന്നൊരു വ്യക്തിപരമായ അഭിപ്രായമാണ് ആ പ്രേക്ഷകൻ പങ്കുവച്ചിരുന്നത്. തിരുവനന്തപുരം പാലോട് KSRTCയിലെ ബ്രത്ത് അനലൈസർ ടെസ്റ്റ് വിവാദത്തിൽ ട്വിസ്റ്റ് ഉണ്ടായി. പാലോട് പേരയം റൂട്ടിലെ ഡ്രൈവർ പച്ചമല സ്വദേശി ജയപ്രകാശ് മദ്യപിച്ചിട്ടില്ല എന്ന് പ്രാഥമിക കണ്ടെത്തൽ. ജയപ്രകാശ് കഴിക്കുന്ന മരുന്നുകൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കും. നാളെ മുതൽ ഡ്യൂട്ടിയിൽ കയറാൻ ജയപ്രകാശിന് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം KSRTC ചീഫ് ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് പാലോട് KSRTC ഡിപ്പോയിലെ ബ്രത്ത് അനലൈസർ ടെസ്റ്റ് വിവാദത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായത്. KSRTC മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ പാലോട് പേരയം റൂട്ടിലെ ഡ്രൈവർ
പച്ചമല സ്വദേശി ജയപ്രകാശ് മദ്യപിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി. ജയപ്രകാശ് കഴിക്കുന്ന മരുന്നുകൾ കൂടി ഇനി പരിശോധനയ്ക്ക് വിധേയമാക്കും. നാളെ മുതൽ ഡ്യൂട്ടിയിൽ കയറാൻ ജയപ്രകാശിന് DTO നിർദ്ദേശം നൽകി. ഇന്ന് രാവിലെ പാലോട് പേരയം റൂട്ടിൽ ബസ് ഓടിക്കാനെത്തിയ ഡ്രൈവർ ജയപ്രകാശിനെ ബ്രത്ത് അനലൈസർ പരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ പോസിറ്റീവ് സിഗ്നൽ കാണിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. എന്നാൽ ജീവിതത്തിൽ ഇതുവരെ താൻ മദ്യപിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ജയപ്രകാശ് കഴിഞ്ഞ 2 ആഴ്ചയായി മെഷീൻ തകരാറിലാണെന്ന് ആരോപിച്ചു. പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും കുടുംബസമേതം ഡിപ്പോയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. എറണാകുളം ചോറ്റാനിക്കരയിൽ മുറിയിൽ കുടുങ്ങിയ 3 വയസ്സുകാരിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി എന്നൊരു വാർത്ത വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ വിവിധ അഭിപ്രായങ്ങൾ കുറിക്കുന്നുണ്ട്. അതിൽ വിലക്കയറ്റം വാർത്തകൾ ആരും നൽകുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിൽ അത്തരത്തിലൊരു ഒരു കമൻ്റാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറച്ച് മുൻപാണ് അത്തരത്തിലൊരു കമൻറ്റ് വന്നത്. അങ്ങനെ ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ റിപ്പോ നിരക്ക് കുറച്ചതാണ്. 0.25% കുറച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പലിശ ഭാരം നമുക്കെല്ലാം കുറയും. അതിപ്പോൾ ഭവന വായ്പയാണെങ്കിലും വാഹന വായ്പയാണെങ്കിലും പലിശ ഭാരം കുറയും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബ ബജറ്റ് ഒന്ന് ക്രമപ്പെടും. അത് സ്വാഭാവികമായിട്ടും വിപണിയിലേക്ക് കൂടുതൽ പണലഭ്യത ഉറപ്പാക്കാനുള്ള ഒരു കാരണമായി മാറും. അങ്ങനെ എന്താണ് പറയുക, വരും ദിവസങ്ങളിൽ വിലക്കയറ്റം അതിൽ നിന്ന് ഒരു നല്ലൊരു ആശ്വാസം ഉണ്ടാകുന്നൊരു പ്രതീക്ഷയാണ് മൊത്തത്തിലുള്ളത്. നമുക്ക് നോക്കാം അടുത്ത വാർത്ത എന്താണെന്നത്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. എറണാകുളം ചോറ്റാനിക്കരയിലാണ് മുറിയിൽ കുടുങ്ങിയ 3 വയസ്സുകാരിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയത്. ചോറ്റാനിക്കര സ്വദേശി ഗോപിയുടെ മകളെയാണ് രക്ഷപ്പെടുത്തത്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. അതിന്റെ വിശദാംശങ്ങളുമായി ശ്യാം കുമാർ ഒരിക്കൽ കൂടി ചേരുന്നു. ശ്യാം, എന്താണ് ആള് കരയാതെ പിടിച്ചു നിന്നല്ലോ ഇത്രയും ഉദ്യോഗസ്ഥരൊക്കെ എത്തിയിട്ടും, എന്താ സംഭവിച്ചത് അവിടെ? പ്രജിൻ, ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയോട് കൂടിയിട്ടാണ് ഈ ചോറ്റാനിക്കര പഞ്ചായത്തിലെ 10ാം വാർഡിലുള്ള ഗോപിയുടെ 3 വയസ്സുകാരി മകൾ വീടിനുള്ളിൽ കയറി വാതിലടച്ചത്. കുഞ്ഞകത്ത് കയറിയും വാതിൽ അവിചാരിതമായി അടയുകയായിരുന്നു. അത് ലോക്കായി പോയി. പിന്നീട് കുട്ടിക്ക് പുറത്തിറങ്ങാൻ സാധിച്ചില്ല. വീട്ടുകാർ ശ്രമിച്ചിട്ടും ആ വാതിൽ തുറക്കാൻ പറ്റുകയുമില്ല. ഇതോടെയാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത്. 3 വയസ്സുകാരി അല്പം പേടിച്ചുവെങ്കിലും ഫയർഫോഴ്സുകാരെത്തി ധൈര്യമൊക്കെ കൊടുത്ത് ആ വാതിൽ തുറന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഫയർഫോഴ്സ് പിറവത്തു നിന്നുള്ള സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തുകയും കുട്ടിയെ വാതിൽ കട്ടർ ഉപയോഗിച്ച് മുറിച്ച് അകത്ത് കടന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. ഏതായാലും കുട്ടികൾ വാതിലിനുള്ളിൽ ഒറ്റയ്ക്ക് കടക്കുമ്പോൾ അത് ഡോറ് ലോക്കായി പോകുന്നത് ശ്രദ്ധിക്കണമെന്നൊരു മുന്നറിയിപ്പും കൂടി നൽകിയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും ചെറിയ കുട്ടികളുള്ള വീട്ടിൽ ഈ പ്രശ്നങ്ങൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 1 മാസത്തിനിടെ 2ാമത്തെ തവണയാണ് ഇതുപോലുള്ളൊരു കേസ് വരുന്നത്. അത് പ്രത്യേകിച്ചും അവധിക്കാലമൊക്കെ ആകുമ്പോൾ കൂടുതൽ ശ്രദ്ധ കുട്ടികൾക്കുണ്ടാകണം, അത് കൊടുക്കണം എന്നതാണ് നമുക്കും പറയാനുള്ളത്. ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. പാതിവില തട്ടിപ്പ് കേസിൽ കോടഞ്ചേരി ഗ്രാമശ്രീ മിഷനിലെ ഗുണഭോക്താക്കൾക്ക് നഷ്ടമായത് 1,70,00,000 രൂപയാണ്. സംഭവത്തിൽ കേസെടുക്കുന്നില്ല എന്നാരോപിച്ച് സ്ത്രീകൾ അവിടെ പ്രതിഷേധിച്ചു. കോഴിക്കോട് കോടഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് പ്രതിഷേധമുണ്ടായത്. പോലീസ് കൃത്യമായി നടപടിയെടുത്തില്ലെന്നാണ് ഇവരുടെ പരാതി. പാതിവില തട്ടിപ്പ് കേസിൽ കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം തട്ടിപ്പിനിരയായത് 200-ലധികം സ്ത്രീകളാണ്. പലരും കടം വാങ്ങിയാണ് ഈ പണം നൽകിയിട്ടുള്ളത്. കോടഞ്ചേരി ഗ്രാമശ്രീ മിഷനിലെ ഗുണഭോക്താക്കളാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25 മുതലാണിത്. 130 സ്കൂട്ടർ, 86 ലാപ്ടോപ്പുകൾ എന്നിവ പാതിവിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് 1,07,00,000 രൂപയാണ് തട്ടിയെടുത്തത്. പാതിവില തട്ടിപ്പ് കേസ് പ്രതികളായ അനന്തകൃഷ്ണനെയും ആനന്ദകുമാറിനെയും പ്രതി ചേർത്ത് കോടഞ്ചേരി പോലീസ് കേസെടുത്തു. മിഷൻ ചെയർമാൻ ജോയ് നെടുമ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകൾ കോടഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത്. പോലീസ് കൃത്യമായി നടപടിയെടുത്തില്ലെന്നും പരാതി. എല്ലാവരും ഓരോ ദിവസത്തെ പണി മെനക്കെടുത്ത് ഈ ഒറ്റയാഴ്ചയായിട്ട് ഈ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുണ്ട്. എന്നാൽ ഇവർ ആദ്യം തന്നെ ഈ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പണിയും മെനക്കെടുത്തി ഓരോരുത്തർക്കും ഓരോ ദിവസം കിട്ടുന്നത് കൊണ്ടാണല്ലോ. ഞങ്ങളുടെ സ്കൂട്ടിയുടെ പൈസ പോയി, സ്വർണം അതും ഇതൊക്കെ പണയം വെച്ച് പെണ്ണുങ്ങൾ തന്നെ കൊണ്ടുപോയി സ്കൂട്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കൊടുത്തതാണ്. അത് എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ ഒരു മാസമായി കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ സ്ഥിരം കയറി ഇറങ്ങുവാണ്. ഇവർ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും വഞ്ചിക്കുകയായിരുന്നു പോലീസുമാർ. പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ ചർച്ച.
ഗ്രാമശ്രീ ചെയർമാന്റെ അക്കൗണ്ടിൽ നിന്നും പ്രതികൾക്ക് പണം കൈമാറിയതിന്റെ രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു പോലീസ് പ്രതിഷേധക്കാരെ അറിയിച്ചത്. അന്വേഷണം വൈകിയില്ലെന്നും പോലീസ് അറിയിച്ചു. ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സ്ത്രീകളെല്ലാം പണം നൽകിയത്. അതുകൊണ്ടുതന്നെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും പാതിവില തട്ടിപ്പ് കേസ് അത് ഈ പറയുന്നത് പോലെ നിരവധി ഹർജികളുണ്ട്, നിരവധി കേസുകളുണ്ട്. അത് സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കേസുമാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർ പറയുന്നത് പോലീസ് കൃത്യമായിട്ട് നടപടി എടുക്കുന്നില്ല എന്നാണ്. ഈ കേസുകളും പരാതികളൊക്കെ കൊടുത്തെങ്കിലും അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്നൊരു ആക്ഷേപമാണ് ഇവിടുത്തെ ഉന്നയിക്കുന്നത്. കുറച്ചുകൂടി പ്രതികരണങ്ങൾ കാണാം. ഒരു 6 മാസത്തിനുള്ളിൽ തരുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസാന്ന് പറഞ്ഞ് വന്നിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ജോയി ചേട്ടനോട് ചോദിച്ചു, ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ജോയി ചേട്ടൻ പറഞ്ഞു അത് അങ്ങനെ കള്ള ഇതാണ് വന്നേക്കുന്നത് അത് എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഷൗട്ട് ചെയ്യാണ് ചെയ്തത്. ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക ചെയ്തത്. ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഫേക്ക് ന്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിലെ ഹെഡിങ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടു, ഇതിങ്ങനെ തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ. അന്നേരം സമയത്ത് നമ്മൾ ജോയി നെടുമ്പള്ളിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും അല്ല ചേച്ചി അങ്ങനെയൊന്നും പേടിക്കേണ്ട, ചേച്ചിയുടെ ക്യാഷ് കിട്ടും, ചേച്ചിക്ക് സ്കൂട്ടിയല്ല വേണ്ടിയത്, അത് എന്താണേലും ഞാനുണ്ടെങ്കിൽ വാങ്ങിത്തരും എന്നുള്ള രീതിയിലാണ് പുള്ളി വളരെ സൗഹൃദ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ആയപ്പോൾ പുള്ളി ഫോൺ എടുക്കാതെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാഷ് കിട്ടുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ ഇതുമായിട്ട് മുന്നോട്ട് പോകും. ക്യാഷ് അഥവാ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പരമാവധി പ്രതിഷേധമായിട്ട് മുന്നിൽ ഇറങ്ങും. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തിട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ വന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് വീണ്ടും ചോദിച്ചു. അന്നേരം പിന്നെ ഞങ്ങളോട് സമയം മാറ്റി പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അങ്ങനെ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്ക് FIR ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം കിട്ടിയില്ല. ഞങ്ങൾ ഇതിന് നീതി കിട്ടുന്നതോടെ വരെ ഞങ്ങൾ പ്രതിഷേധിക്കും. എനിക്ക് ലാപ്ടോപ്പാണ് 31,000 രൂപ അടച്ചു. ഇത് ഞങ്ങൾ പേപ്പറിലൊക്കെ ന്യൂസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് ഇത് തട്ടിപ്പായിരുന്നല്ലോ എന്നുള്ളത്. പണം സംഘടിപ്പിക്കാൻ പണയം വെച്ചു എടുത്തു എന്നുള്ളത്. ഇപ്പം പണയം ഇരിക്കുകയാണ്. എന്തായാലും ആ രീതിയിലാണ്. അതിൽ പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകണം, നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ആ പ്രതിഷേധം അവിടെ സ്ത്രീകൾ ചേർന്ന് നടത്തിയതും. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ് കെവിൻ എബ്രഹാം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ എൻ്റെ അടുത്ത് പറയുന്ന പേഴ്സണലായിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷേ അതിപ്പോൾ നമുക്ക് ഈ പരിപാടിയിൽ നടക്കില്ല കെവിൻ, നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ അത് സാധ്യമാക്കാം. അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. 88-കാരിയായ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 91-കാരനായ പുത്തൻകുരിശ് സ്വദേശിക്ക് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. ജീവിത സായാഹ്നത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും കരുതലും ആകേണ്ടവരാണെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിച്ചു. ഇക്കാര്യം ഹർജിക്കാരനും ഭാര്യയും മനസ്സിലാക്കണം. സന്തോഷകരമായ ജീവിതം ഉണ്ടാകുന്ന പ്രത്യാശയോടെയാണ് ജാമ്യം അനുവദിക്കുന്നത് എന്നും കോടതി. ശ്രീകാന്ത് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീകാന്ത്, ഈ കേസിൽ 91-കാരന്റെ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും അതാണ് ശ്രദ്ധേയം. വിവരങ്ങൾ. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത്. അദ്ദേഹം ഇത്തരം കേസുകളൊക്കെ തന്നെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും മനുഷ്യത്വപരമായി സമീപിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. പരസ്ത്രീ ബന്ധം ഉന്നയിച്ച 88-കാരിയായ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 91-കാരനായ പുത്തൻകുരിശ് സ്വദേശിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി. ജീവിത സായാഹ്നത്തിൽ ഭാര്യയും ഭർത്താവും പരസ്പരം താങ്ങും കരുതലുമാകേണ്ടവരാണെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറയുന്നു. ഇക്കാര്യം ഹർജിക്കാരനും ഭാര്യയും മനസ്സിലാക്കേണ്ടതാണ്. സന്തോഷകരമായ ജീവിതം ഉണ്ടാകുമെന്ന പ്രത്യാശയോടെയാണ് ജാമ്യം അനുവദിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കവി NN കക്കാട് അവസാന നാളുകളിൽ എഴുതിയ സഫലമീ യാത്ര എന്ന കവിതയും ഉത്തരവിലുണ്ട്. ഭാര്യയും ഭർത്താവും പരസ്പരം ഊന്നുവടികളാകണമെന്നാണ് കവിതയിലെ സന്ദേശം. ഇതുകൂടി ചേർത്താണ് അദ്ദേഹം തന്റെ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മിക്ക ഉത്തരവുകളിലും ഇങ്ങനെയുള്ള സിനിമാ രംഗങ്ങൾ, കവിതകൾ, അതോടൊപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ഉത്തരവുകൾ ശ്രദ്ധേയമാവുന്നതും. ഇപ്പോൾ 88-കാരിയായ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ 91-കാരന് ജാമ്യം നൽകിക്കൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം നിരീക്ഷണങ്ങളും പരാമർശങ്ങളും നടത്തിയിരിക്കുന്നത്. ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു വാർത്ത ഇന്നലെ വന്നതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് മാളയിലെ 6 വയസ്സുകാരന്റെ കൊലപാതകമാണ്. മുങ്ങി മരണം എന്ന പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നു. ശ്വാസകോശത്തിൽ മലിനജലത്തിന് സാന്നിധ്യമുണ്ട്. ദേഹത്ത് മറ്റ് മുറിവുകളില്ല. കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചേക്കുമെന്ന വാർത്ത കൂടി അനുബന്ധമായി വരുന്നു. പ്രതി ജോജോയുടെ മുൻകാല ചരിത്രം
ദുരൂഹത നിറഞ്ഞതാണ്. ജോജോ നാട് വിട്ടു പോകുന്ന സ്വഭാവക്കാരനാണ് എന്നും പോലീസ് പറയുന്നുണ്ട്. അശ്വിൻ പാലാഴി തൃശ്ശൂരിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഇതിലിപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു, മുങ്ങിമരണമെന്ന് പറയുന്നു. പക്ഷേ അത് ഈ കുട്ടിയെ 6 വയസ്സുകാരനെ പ്രതിയായ ജോജോ തള്ളിയിട്ടതാണ് വെള്ളത്തിലേക്ക് എന്ന് പ്രതി തന്നെ വ്യക്തമാക്കിയിരുന്നു. നേരെ തെളിവെടുപ്പിന് വന്നപ്പോൾ പോലും ആ കാര്യങ്ങൾ പ്രതി പറഞ്ഞതുമാണ് പോലീസിനോട്. അപ്പോൾ എന്താണ് ഇപ്പോൾ പോലീസ് ഇതിൽ എടുക്കുന്ന അടുത്ത നടപടി? ഒപ്പം തന്നെ ഈ ജോജിയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ അതെന്താണ്? പ്രജിൻ, അല്പസമയം മുമ്പാണ് ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത്. അത് അല്പം നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നത് കൂടിയാണ്. കാരണം ആ 6 വയസ്സുകാരൻ്റെ ശ്വാസകോശത്തിൽ നിന്ന് കണ്ടെത്തിയത് നിറഞ്ഞ ചെളിയാണ്. അതായത് ഇയാൾ തള്ളിയിട്ടത്, ജോജോ ഈ 6 വയസ്സുകാരനെ തള്ളിയിട്ടത് മാസങ്ങളായി ഒഴുക്ക് നിലച്ചു കിടക്കുന്ന ഒരു കുളത്തിലേക്കാണ്. അവിടെ പൂർണ്ണമായും മലിനജലമാണ്. മനുഷ്യവിസർജ്യമടക്കം തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഒരു കുളമായിരുന്നു. അവിടേക്കാണ് ഈ 6 വയസ്സുകാരനെ തള്ളിയിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ച് അതിൽ പൂഴ്ത്തി വെച്ച് കൊലപ്പെടുത്തിയത്. സ്വാഭാവികമായും ആ 6 വയസ്സുകാരൻ്റെ പിഞ്ചു മനസ്സിൻ്റെ ആ കൊച്ചു കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിലേക്ക് ഈ മലിനജലം കയറിയിട്ടുണ്ട്. അതൊരു മരണകാരണമായി പറയുന്നുണ്ട്. അപ്പം മുങ്ങിമരണത്തിൻ്റെതായ ലക്ഷണങ്ങൾ തന്നെയാണ് പറയുന്നത്. മറ്റ് മുറിവുകളൊന്നും ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട ആന്തരികാവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതമൊക്കെ ഏറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതുമായി ബന്ധപ്പെട്ട പോലീസ് ചില നിഗമനങ്ങളിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. ഈ ജോജോ ഒരു ചില്ലറക്കാരനല്ല, കേവലം ഒരു ബൈക്ക് മോഷ്ടാവ് എന്നുള്ള നിലയിലേക്ക് ജോജോയെ കാണാൻ പോലീസ് ആ ഒരു ചുരുക്കത്തിലേക്ക് ജോജോയെ കാണാൻ തയ്യാറാകുന്നുമില്ല. കാരണം ഇയാൾക്ക് ഇയാളുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളുമൊക്കെ ബന്ധപ്പെട്ട് പോലീസിന് ചില സംശയങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ ഇയാളെ കാണാതായിരുന്നു. പിന്നീട് 6 മാസത്തിന് ശേഷം ഒന്ന് ബൈക്ക് മോഷണം നടത്തുന്നു. അങ്ങനെ ദുരൂഹമായ ചില കാര്യങ്ങൾ ഇയാളുടെ ഭൂതകാലത്തിലുണ്ട്. അതൊക്കെ വിശദമായി അന്വേഷിക്കുമ്പോൾ കൊലപാതകം എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് അന്വേഷിക്കുക. അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. ശ്രീകാന്താണ് വാർത്ത പങ്കുവയ്ക്കുന്നത്. മുനമ്പം ഭൂമി കേസിൽ അന്തിമ ഉത്തരവിറക്കുന്നതിന് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഹർജിയിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഹൈക്കോടതി നോട്ടീസും നൽകിയിരിക്കുകയാണ്. വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ സുപ്രധാന നടപടി. വഖഫ് ട്രൈബ്യൂണലിലെ വാദം തുടരുന്നൊരു പക്ഷേ തടസ്സമുണ്ടാകില്ല എന്നുകൂടി ഹൈക്കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീകാന്തിന്റെ വിശദാംശങ്ങളുമായി ചേർന്നു. ശ്രീകാന്ത്, വളരെ സുപ്രധാനമാണ് ഈ ഇടപെടൽ, ഒപ്പം തന്നെ ഈ നടപടി. അത് ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഇങ്ങനെ കോടതിയിൽ നിന്നുള്ളൊരു പുതിയ തീരുമാനമുണ്ടായിരിക്കുന്നത്? കാരണം ട്രൈബ്യൂണലിൽ ഉത്തരവ് അന്തിമമാകില്ല. ആ ഉത്തരവ് ഉണ്ടായാലും വേണമെങ്കിൽ ഹർജിക്കാർക്ക് അപ്പലറ്റ് കോടതിയിലേക്ക് മറ്റു കോടതികളിലേക്ക് പോകാം എന്ന ഭേദഗതിയൊക്കെ വരുത്തിയാണ് ഈ നിയമം പാസ്സാക്കിയതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് വിശദാംശങ്ങൾ? ഈ മുനമ്പം ഭൂമി കേസിൽ അന്തിമ ഉത്തരവ് ഇറക്കുന്നതിന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. വഖഫ് ട്രിബ്യൂണലിലെ വാദം പക്ഷേ തുടരുന്നതിന് തടസ്സമില്ല. വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി വന്നിട്ടുള്ളത്. ഹർജിയിൽ ഫറൂഖ് കോളേജ് മാനേജ്മെന്റിന് ഹൈക്കോടതിയുടെ നോട്ടീസും വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നുണ്ട്. ഈ കേസിന്മേൽ ഇന്ന് ചില നിർണായകമായ നീക്കങ്ങൾ, ചില ചോദ്യങ്ങളൊക്കെ തന്നെ കോടതിയുടെ വഖഫ് ട്രിബ്യൂണലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിന് കൃത്യമായി ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അതിന് മറുപടിയും നൽകിയിരുന്നു. 2019 ഭൂമി വഖഫാണ് എന്ന് കണ്ട് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയതെന്നും ഇതിനു മുൻപ് തന്നെ ഫറൂഖ് കോളേജ് സ്ഥലവിൽപ്പന നടത്തിയിരുന്നു, എങ്കിൽ ആ വിൽപ്പന സാധുവാകില്ലേ എന്ന ചോദ്യമൊക്കെ ഇന്ന് വഖഫ് ട്രിബ്യൂണൽ ചെയർമാനും ഉന്നയിക്കുകയും ചെയ്തു. ഇത് മുൻപോകവെയാണ് വഖഫ് ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇതിനൊരു സ്റ്റേ മേടിക്കുകയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അന്തിമ ഉത്തരവ് ട്രിബ്യൂണൽ ഇറക്കുന്നതിനാണ് സ്റ്റേ ഉള്ളത്. നിലവിലിറങ്ങിയിട്ടുള്ള നിയമവുമായി ഇതിന് ബന്ധമില്ല. യെസ്, ശ്രീകാന്ത് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു. നിലവിൽ ആ രീതിയിൽ വഖഫ് ട്രൈബ്യൂണലിലെ വാദം തുടരാൻ തടസ്സമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അത്തരം വ്യവഹാരങ്ങൾ തുടർന്ന് പോകും എന്നാണ് ഈ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതുജനം കഴുതൽ സാർ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സമയം പൂർത്തിയാവുകയാണ്.